ഗ്ലോബലി തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് ഇനി നമുക്ക് വേണ്ട നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടോ? ഹൃദയ് അഗർവാൾ ആവട്ടെ, ഇനി അതല്ലെങ്കിൽ കുനാൽ ഷാ ആവട്ടെ, ഇനി അതല്ലെങ്കിൽ നിതിൻ കമ്മത്ത് ആവട്ടെ, ഇവരൊക്കെ എവിടുന്നാണ് അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പാറ്റേൺ എല്ലാവരിലും കൂടുതലായിട്ടും കാണാൻ പറ്റും. അവരെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും സെയിൽസിലായിരിക്കും. ആ സെയിൽസിലുള്ള ആ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു അതിൽ നിന്നും കിട്ടുന്ന എല്ലാ സ്കിൽ സെറ്റും അവരെ തീർച്ചയായിട്ടും അവരൊരു ഫൗണ്ടർ ആക്കാനോ അല്ലെങ്കിൽ ഒരു ലീഡർ ആക്കാനോ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ടായിരിക്കും. കാരണം സെയിൽസിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ അൺസർട്ടിനിറ്റി മാനേജ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഫൗണ്ടേഴ്സ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അതിൻ്റെ അൺസർട്ടനിറ്റിയെ മാനേജ് ചെയ്തിട്ടൊരു ടീമിനെ ലീഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ ഏറ്റവും നല്ല അതിനാവശ്യമായിട്ടുള്ള കപ്പാസിറ്റി കിട്ടുന്നത് എവിടെ നിന്നായിരിക്കും? തീർച്ചയായിട്ടും സെയിൽസിലൂടെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഇപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഓണ്ടർപ്രണർഷിപ്പ് അല്ല, പക്ഷേ പെട്ടെന്നൊരു പൈസ ഉണ്ടാക്കാനുള്ള സാഹചര്യമാണ് വേണ്ടത്, പക്ഷേ ഗ്രാജുവലി എനിക്ക് അതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുക യു സ്റ്റാർട്ട് ഇൻ സെയിൽസ്. എന്നിട്ട് നിങ്ങൾ അതിലേക്ക് നിങ്ങൾക്ക് എപ്പോഴാണോ റെഡി എന്ന് തോന്നുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് മൂവ് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരുപാട് സ്കിൽസും അതിലൂടെ നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും.